ഇന്ന് പീറ്റർ ലിഞ്ചിന്റെ തിയറീസ് അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ സ്റ്റോക്ക് പിക്ക് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതിന്റെ കാലത്തിനേക്കാൾ ഇപ്പോൾ കുറച്ചുകൂടി നവീനമായിട്ടുള്ള സ്റ്റോക്കുകൾ വന്നിട്ടുണ്ടാവും എന്നുള്ളതേ ഉള്ളൂ. ഇന്നും വാലിഡാണിത്. ഇപ്പോഴും പീറ്റർ ലിഞ്ച് ആക്റ്റീവ് ആണ് എന്നാണ് എൻ്റെ അറിവ്. ആദ്യമായിട്ട് തന്നെ സ്റ്റോക്സിന് അയാളൊരു സ്റ്റോറീസ് മനസ്സിലാക്കണം എന്നാണ് അയാൾ ഉദ്ദേശിച്ചത്. അതായത് അത് ഏത് ബിസിനസ്സാണോ ആ ബിസിനസിന്റെ പിറകിലുള്ള സ്റ്റോറി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മൾ ചുമ്മാ പോയിട്ട് എല്ലാവരും ഒരു L&T എന്ന് പറയുന്നത് കേട്ടിട്ടല്ല നമ്മൾ അവരെന്ത് ബിസിനസ്സാണോ നടത്തുന്നത്, അവരെങ്ങനെയാണ് അതിലേക്ക് എത്തിയത്, അത് നോക്കി നമുക്ക് റിലയബിൾ ആണ് എന്ന് തോന്നുന്നെങ്കിൽ മാത്രം നമ്മൾ അതിന്റെ ഫണ്ടമെന്റൽസ് ചെക്ക് ചെയ്യാൻ തുടങ്ങിയാൽ മതി എന്നുള്ളതാണ് അയാൾ സ്റ്റോറീസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് പുള്ളി പറയുന്നത് നമ്മളൊരു ടിപ്സിന്റെയോ ഹൈപ്പിന്റെയോ പുറത്തല്ല നമ്മൾ സ്റ്റോക്സ് ബൈ ചെയ്യേണ്ടത്. ആ പ്രൊഡക്ട്സ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ആ സർവീസ് എന്താണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് എന്തുമാത്രം ആവശ്യം നമുക്കോ അല്ലെങ്കിൽ വ്യാവസായിക അടിസ്ഥാനത്തിലോ അതിന് എന്തുമാത്രം ആവശ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ സ്റ്റോക്സിനെ കുറിച്ച് നമ്മൾ പഠിക്കാനോ അല്ലെങ്കിൽ അതിന്റെ ഫണ്ടമെന്റ്സ് ചെക്ക് ചെയ്യാനോ തുടങ്ങാവുള്ളൂ. പിന്നെ പുള്ളി പറയുന്നത് ഒരു ടിപ്പാണ്. അതായത് വിസിബിളും ഇൻവിസിബിളും ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട്, അത് ബിസിനസ്സുകളും ഉണ്ട്. അതായത് വിസിബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് സക്സസ്ഫുൾ ആയിട്ടാണെന്ന് ഇപ്പൊ ഉദാഹരണത്തിന് മാക്ഡൊണാൾഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പക്ഷെ ആ കമ്പനികൾ ഓൾറെഡി പ്രൈസ്ഡ് ഇൻ ആയിരിക്കും. അതായത് അത് എന്തുമാത്രം നല്ല ബിസിനസ്സാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് എല്ലാവരും അതിൽ കൊണ്ടുപോയി സ്റ്റോക്സിൽ ഇടും. പക്ഷെ ഇൻവിസിബിൾ ആയിട്ടുള്ള ചില കമ്പനികളുണ്ട്. ആ കമ്പനികൾക്ക് വലിയ ഹൈപ്പ് ഉണ്ടാവില്ല, വലിയ പേരുണ്ടാവില്ല, പക്ഷെ അവരുടെ ഫണ്ടമെന്റൽസ് നല്ലതായിരിക്കും. അവരില് പ്രൈസ്ഡ് ഇൻ ആയിരിക്കില്ല. അതിൻ്റെതായിട്ടുള്ള വിലയിലേക്ക് അത് എത്തുന്നതിന് മുമ്പേ തന്നെ നമുക്കത് വാങ്ങാൻ പറ്റും. അപ്പോൾ ഒരു മീഡിയം ടൈം അല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് വാങ്ങുന്നവർക്ക് അതിൻ്റെതായ മെച്ചമുണ്ടാവും എന്നാണ് പറയുന്നത്. പിന്നീട് അയാൾ പോകുന്നത് മാനേജ്മെന്റ് സ്റ്റോറീസിലേക്കാണ്. ഇതെനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ ഈ കമ്പനികൾക്കകത്ത് വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് എനിക്കുള്ള രോഷവും ഒക്കെ തോന്നാറുള്ള കാര്യങ്ങളാണ്. പുള്ളി അത് സ്റ്റോക്സിലും അത് പറയുന്നു എന്നുള്ളത് കൊണ്ട് അതിന്റെ ഒരു സത്യാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നു.